സാക്ഷാൽ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ കൂടിയുള്ളതാണ്. സ്വാതന്ത്ര്യമൊക്കെ ആഘോഷിക്കുന്നെങ്കിലും പലർക്കും പലതിലും സ്വാതന്ത്ര്യം ഇല്ല. എന്നാൽ സാക്ഷാൽ സ്വാതന്ത്ര്യം ക്രിസ്തുവേശുവിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചാലുള്ള വിശേഷമായ നേട്ടം നമുക്ക് നിത്യജീവൻ ഉണ്ടാകാം. ആ നിത്യജീവൻ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ലഭിക്കൂ. കർത്താവ് യഹൂദന്മാരോട് സംസാരിച്ച് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയണം, എന്നാലാ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സത്യം അറിയണം. കർത്താവ് യഹൂദന്മാരോട് സംസാരിച്ചപ്പോൾ എന്റെ ഭാഷ പറഞ്ഞ നല്ല കണക്കിന് യേശു പറഞ്ഞു. കണക്കിന് പറഞ്ഞു. ആ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം വായിക്കുമ്പം യേശു സംസാരിച്ച് തീർന്നപ്പം ഇവരെല്ലാം രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും അല്ല ചെയ്തത്. യേശുവിനെ എറിയാൻ കരിങ്കല്ല് കയ്യിലെടുത്തു. നമ്മളോടത്ത് പ്രസംഗിച്ച് തീരുമ്പോ വന്നവരെല്ലാം കൈപൊക്കി, യേശുവേ ഞാൻ അങ്ങേ രക്ഷിതാവായി സ്വീകരിക്കുന്നു, നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങനൊന്നുമല്ല. പ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോ മുഴുവനെണ്ണം കരിങ്കല്ലെടുത്തു. പിന്നെ യേശു അങ്ങ് മറഞ്ഞെന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഏറ് കിട്ടാതിരിക്കാൻ നമ്മൾ മറയുന്നത് നല്ലതാണ്. ചുണയുണ്ട് എറിയടാന്ന് പറഞ്ഞ അവൻ ഉച്ചി നോക്കി എറിയും. ചില സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങ്, നിങ്ങൾ 59-ാം വാക്യം ഒന്ന് വായിച്ച യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. എന്റെ പ്രസംഗ വിഷയം അതല്ല. 8:59 ഒന്ന് വായിക്കാൻ ഉപകാരമായിരുന്നു. സഹോദരി തന്റെ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് മൈക്ക് ഞാൻ തരാം. എന്ത് ചെയ്യാൻ മറ്റേ നമ്മുടെ മൈക്ക് ഇവിടെ വന്നിരിക്കാൻ, ഇവിടെ വന്നിരിക്കാൻ. എന്തോ വേദവസം വായിക്കുന്നത് എത്ര നാണക്കേട്. അവിടെ അല്ലാണ്ട് അവിടെ നിന്നാലും മതി. അത് കൂക നിലവിളിക്കുകയൊക്കെ ചെയ്യാം. വായിച്ചു. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ്. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. പ്രസംഗം തീർന്നപ്പം കല്ലെടുത്തെന്നുള്ളത്. എന്നിട്ട് യേശു എന്നാ എടുത്തു? മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. യേശു എന്നാ പിന്നെ നീ പ്രസംഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഈ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ശരിയായ നിലയിൽ പ്രസംഗിച്ചാൽ ഏറെ സൂക്ഷം. അതെ, സൂക്ഷം നമ്മളെ അറിയാം. പിന്നെ നമ്മൾ ആരും ശരിയായ നിലയിൽ ആരും പ്രസംഗിക്കുന്നില്ല. നമ്മളെ പലരും പറഞ്ഞു എന്തോ പ്രസംഗമായിരുന്നു, ശരിക്കൊന്നും പ്രസംഗിക്കുന്നില്ല. ചില പറയും ഇതുപോലൊരു പ്രസംഗം ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ട്. അതൊക്കെ നമ്മുടെ അഭിപ്രായമാണ്. പുള്ളി അങ്ങോട്ട് ശാസ്ത്രവും ബൈബിളും വെച്ച് തെളിയിക്കുന്ന കേട്ടാ നമ്മുടെ ആകവാള് വേറെ ചിലതിനെ പറ്റി പറയും. പുള്ളി അങ്ങോട്ട് പ്രാസം ഒപ്പിച്ചാ പുള്ളി പ്രസംഗിക്കുന്ന ഇതുപോലെ ഭാഷാജ്ഞാനം. ഇതൊക്കെ നമ്മുടെ അഭിപ്രായമാണ്. വേറൊരാളെ പറ്റി പറയും ഇതുപോലെ വാക്യം ഇത്ര തിട്ടം, നെല്ലിക്കാ ചാക്കിന്റെ കുത്തടിക്കും പോലെ വാക്യം വരുന്നത്. ഇതൊക്കെ നമ്മുടെ അഭിപ്രായമാണ്. അയ്യോ പുള്ളിയുടെ പ്രസംഗം കേൾക്കണം, വായുകുളിക്ക് പോകുന്നവൻ അവിടെ നിന്ന് കേട്ടേച്ചേ പോകുള്ളൂ. നമ്മുടെ അഭിപ്രായമായതല്ല. അയ്യോ പുള്ളി പ്രസംഗിക്കുന്നെന്ന് പറഞ്ഞാൽ പാട്ടുമൊക്കെ പാടിയാ പ്രസംഗിക്കുന്നത്, നമ്മൾ ആയുസ് കേൾക്കാത്ത പാട്ടാ പുള്ളി. അതൊക്കെ നമ്മുടെ അഭിപ്രായമാണ്. ചുരുക്കി പറഞ്ഞാൽ ശരിക്ക് പ്രസംഗിക്കുന്നില്ല. ശരിയായ നിലയിൽ പ്രസംഗിച്ചാൽ സൂചേറ് വരും. നിങ്ങൾ പുസ്തകം മൊത്തം പഠിക്കും. ഞാൻ പുതിയ നിയമത്തിന്റെ ഉപദേശത്തിലായി പറയുന്നത്. ഒന്നെങ്കിൽ അടി, അല്ലേ ഏറെ, ഇല്ലേ തല്ലിക്കൊല്ലും. സൂക്ഷം. ഒറ്റ പ്രസംഗമേ സ്തേഫാനോസ് പ്രസംഗിച്ചോളൂ. ഒടുവിൽ എന്തുവാ അമ്മാമയെ സംഭവിച്ചേ? ഉറക്കെ പറ. സ്തേഫാൻമേൽ വീണ കല്ലുകളോർത്തും ശിഷ്യന്മാർ സഹിച്ച തടവുകൾ
താന്മേൽ വീണ കല്ലുകളോർത്തും ശിഷ്യന്മാർ സഹിച്ച തടവുകളോർത്തും നാശങ്ങൾ വന്നാലും പാചമയെല്ലാം സഹിച്ചവനരികിൽ ചെല്ല, എല്ലാം സഹിച്ചവനരികിൽ ചെല്ല. യേശുവിൻ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവിൻ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ. വടികളാൽ അനവധി അടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും, വടികളാൽ അനവധി അടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും, നാടെല്ലാം നരരാൽ ഞെരുക്കപ്പെട്ടാലും സഹിച്ചവനരികിൽ ചെല്ല, എല്ലാം സഹിച്ചവനരികിൽ ചെല്ല. യേശുവിൻ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവിൻ നിന്നയെ ആമേൻ, പാളയത്തിൻ പുറമെ. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പ്രസംഗിച്ചാൽ പ്രശ്നമുണ്ടാകും. ഞാനും നമ്മളിൽ പലരും ശരിയായ നിലയിൽ പ്രസംഗിക്കുന്നില്ലെന്നുള്ളത് ആ പരമാർത്ഥം. സ്തോത്രം. നിങ്ങളെ ശൂന്യങ്കാരി നോക്കിയതുപോലെ തുറിച്ചൊന്നും എന്നെ നോക്കരുത്. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറിച്ചു നോക്കരുതെന്ന് പുസ്തകത്തിൽ എഴുതിയതുപോലെ നിങ്ങൾ എന്നെ നോക്കുവൊന്നും വേണ്ട. ആട്ടെ, ലഭിച്ച കൃപയ്ക്കനുസരിച്ച് പോകാം. എന്തായാലും കൊള്ളാം. യേശു ഇതെല്ലാം പറഞ്ഞു തീർന്നപ്പോ അവര് കല്ലെടുത്ത് എറിയാൻ. എന്റെ ഭാഷയെ മുമ്പേ ഉറപ്പിച്ചല്ല, കണക്കിന് യേശു പറഞ്ഞു. തുടക്കത്തിലെ യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് യേശു പറഞ്ഞത്. 31 വാക്യം ഒന്ന് വായിച്ച സഹോദരി, ആ 8-ാം അധ്യായത്തിന്റെ 31 ആ കണ്ണിക തുടങ്ങുന്നിടത്തുണ്ടല്ലോ. ഇനി ഈ സഹോദരിക്ക് മൈക്ക് കൊടുത്തെന്ന് വേറെ സഹോദരിമാരോ സഹോദരന്മാരോ എടുത്തെന്ന് വായിക്കാതിരിക്കുമെന്നും വേണ്ട, വായിച്ചോണം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു. അപ്പോൾ തന്നിൽ വിശ്വസിച്ചവരോടാ കർത്താവ് പറഞ്ഞു, യഹൂദന്മാരോട് യേശു പറയുകയാ, നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ പ്രസംഗത്തിന്റെ തുടക്കം ഇതാ, നിങ്ങൾ ഇപ്പോഴും അടിമകളാ, ദാസന്മാരാ. അതാ യേശു അവരോട് പറഞ്ഞത്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴും സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല, നിങ്ങൾ ഇപ്പോഴും ദാസന്മാരായിട്ടിരിക്കുക, അടിമകളായിട്ടിരിക്കുക. ഇഷ്ടപ്പെടുവോ? അവരുടെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോഴും സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. അപ്പൊ ഇവർ പറഞ്ഞു, ഞങ്ങൾ 83 രക്ഷിക്കപ്പെട്ടതാ. അതൊക്കെ ശരിയാ. പിറ്റേയാണ്ടിൽ തന്നെ ഞങ്ങൾ മുങ്ങുകയും ചെയ്തു പമ്പയാറ്റിൽ. അതൊക്കെ സമ്മതിച്ചു. മാങ്ങാനം ജോസഫ് വന്നപ്പോ ഞാൻ അഭിഷേകവും പ്രാപിച്ചതാ. വളരെ നല്ലത്. അമ്മാമ ഏതാണ്ട് പറഞ്ഞു, എന്തോ പറഞ്ഞു, ഞാൻ കണ്ടല്ലോ. എനിക്ക് അതൊക്കെ കാണാനും കേൾക്കാനുള്ള വലിയ കൃപാവരം ഒന്നുമില്ലെങ്കിലും നീങ്ങിയിരിക്കാനാണോ അതോ പ്രസംഗത്തിന്റെ അല്ലേ എന്തോ പറഞ്ഞു, നീങ്ങിയിരിക്കാനാണോ ശ്രദ്ധിച്ചിരിക്കാനാണോ ഏതാണ്ട് പറഞ്ഞു അമ്മാമ. അമ്മാമ കേട്ടില്ല. അപ്പൊ ശ്രദ്ധിച്ച്, ഇവര് യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാരാ. നമ്മള് പെന്തിക്കോസുകാരായതുകൊണ്ട് ആ രീതി ഞാൻ പറഞ്ഞു. പെന്തിക്കോസുകാരൊക്കെ രക്ഷിക്കപ്പെട്ടു, വളരെ നല്ലത്. സ്നാനപ്പെട്ടു, വളരെ നല്ലത്. അഭിഷേകം പ്രാപിച്ചു, ബലേബേഷ്. എല്ലാ ഞായറാഴ്ചയും തിരുമേശ എടുക്കുന്നുണ്ട്. എലി വിഷം തിന്നും പോലെ കഷണം എടുത്ത്
അതൊക്കെ നല്ല കാര്യം. തമ്പേർ അടിച്ച് പൊട്ടിക്കുന്നുമുണ്ട്, വളരെ നല്ലത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ദാസന്മാരായിട്ടിരിക്കുക. യഹൂദന്മാരുടെ യേശു പറയുക, നിങ്ങൾ സ്വാതന്ത്ര്യം ഒന്നും ഇതുവരെ പ്രാപിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം പ്രാപിച്ചെന്നൊക്കെ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്, ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതുവരെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. ഏറ് കിട്ടാതിരിക്കുമോ? ഇവര് പറഞ്ഞ കുക്കുസാഹിബിന്റെ കാലത്ത് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചെന്ന്. അപ്പൊ ഇപ്പുറത്തുകാര് പറഞ്ഞ സാറപ്പച്ചന്റെ കാലത്താണ് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചത്. അപ്പൊ വേറൊരു ഗ്രൂപ്പ് ഞങ്ങൾ തോമാച്ചായന്റെ കാലത്താണ് ഞങ്ങൾ ഏതാ ജാരോ. അപ്പൊ ഇപ്പുറത്തുകാര് പറഞ്ഞു ഞങ്ങൾ കല്ലുമല കുഞ്ഞുവാനച്ചാന്റെ കാലത്ത്. അപ്പൊ അപ്പുറത്തുകാര് പറഞ്ഞു CS മാത്യുവിന്റെ കാലത്താണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാകാഴിയാണോ അതോ നിങ്ങൾ എന്നെ പൊട്ടനാക്കുകയാണോ? ഇവര് ഡേറ്റും ചരിത്രവും ഒക്കെ നന്നായിട്ട് പറയുന്നു. പക്ഷെ കർത്താവ് പറയുക, നിങ്ങൾ എന്നെ വിശ്വസിച്ചു, യഹൂദ ജനമാണ്, പക്ഷെ നിങ്ങൾ ഇന്നും ദാസന്മാരായിട്ടിരിക്കുക. നിങ്ങൾ ശരിയായ നിലയിൽ ഇതുവരെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. അതാ ഇവരെ ചോദിപ്പിക്കുന്നത്. ഏറെ കിട്ടിയില്ലെങ്കിലേ ഉള്ളു സ്തോത്രം. അപ്പൊ ഇവരുടനെ യേശുവിനോട് തിരിച്ചു പറയാ, നീ എന്തുവായി പറയാനെ? ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാ എന്ന് പറഞ്ഞ ആളും തരവും നോക്കി വേണം സംസാരിക്കാൻ. ഞങ്ങൾ പഴയ ഇന്ത്യൻ പെന്തിക്കോസാണ്, ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡാണ്, ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡുകാരാണ്, അല്ലെ ഞങ്ങൾ മാർത്തോമായ ഇവാഞ്ചലിക്കലാ. അതുകൊണ്ട് ആളും തരവും നോക്കി വേണം. ഞങ്ങൾ ബ്രദറുകാരാണ്. കർത്താവ് ഈ സഭയുടെ ബോർഡ് നോക്കിയല്ലേ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴും ദാസന്മാരായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവര് ഉടനെ പാരമ്പര്യം പറയും, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാ, ഇന്ന് വരെ ഞങ്ങൾ ആർക്കും ദാസന്മാരായിട്ട് ഇരുന്നിട്ടില്ല. ഇവരുടെ ജീവിതത്തിൽ സിംഹഭാഗം ഇവർ ദാസന്മാരായിട്ടായിരുന്നു. പക്ഷെ അംഗീകരിക്കുകയല്ല. മനുഷ്യന്റെ എല്ലാം ഒരു പ്രകൃതിയാണ്, അംഗീകരിക്കുകയല്ല. ഇവരുടെ ജീവിതം നിങ്ങൾ പഠിച്ചേ. ഇവർ മിക്കപ്പോഴും ദാസന്മാർ അടിമകളായിട്ടാണ്. 430 വർഷം ഇസ്രായേലിൽ അടിമകൾ. അബ്രഹാമിന്റെ മക്കളാന്നാ പറഞ്ഞത്. 1-2 കൊല്ലം വന്നേ സഹിക്കാം. 430 വർഷം അടിമകളാണ്. പിന്നെ ബാബേലിൽ ഇവര് പോയി 70 കൊല്ലം. ബാബേൽ രാജാവ് അശൂറിലേക്ക് കുറെ പേരെ കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ജീവിതമെല്ലാം അടിമ മുഖത്തും കീഴില്ല. പക്ഷെ സമ്മതിക്കുകയല്ല. അപ്പൊ കർത്താവ് ഇതെല്ലാം വെച്ചുകൊണ്ട് നല്ല ശരിക്കും ഇവരോട് പറഞ്ഞു. എറിയാൻ കാരണം പല കാര്യമായി. ഇവര് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ വചനം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ഇടയിൽ എന്റെ വചനത്തിന് ഇടവില്ല. തന്നെയല്ല, നിങ്ങൾ എന്നെ പകയ്ക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് കർത്താവ് ആദ്യമായി തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുക എന്ന് പറഞ്ഞു. താഴോട്ട് പഠിച്ചു വരുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ദൈവസന്തതിയല്ല. കാരണം ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങളോ ദൈവസന്തതി അല്ലായതുകൊണ്ട് വചനം കേൾക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ദൈവസന്തതിയല്ല. ഇവര് ദൈവമക്കളാന്നും പറഞ്ഞ ബഹളം ഉണ്ടാക്കുന്നത്. കർത്താവ് തീർത്ത് പറഞ്ഞ അല്ല. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാ. അപ്പൊ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, അബ്രഹാമിന്റെ മക്കളാന്നേ അബ്രഹാമിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയില്ലേ? അബ്രഹാം കൊല്ലാൻ നോക്കിയില്ലല്ലോ. നിങ്ങൾ ഈ പാരമ്പര്യവും പഴംപുരാണം പറഞ്ഞിരിക്കുന്നതല്ലാതെ ഈ ആ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ വരുന്നില്ലല്ലോ. അപ്പോ ഇവര് പറഞ്ഞു, നിനക്ക് ഭൂതമുണ്ട്. യേശുവിനോട് പറയാം, നിനക്ക് ഭൂതമുണ്ട്. അപ്പൊ കുറച്ചു പേര് പറഞ്ഞു, നീ ശമരിയനാ, നിനക്ക് ഭൂതമുണ്ട്. അപ്പം വേറൊരു ഗ്രൂപ്പുകാർ പറഞ്ഞു, ഭൂതം മാത്രമേ ഏക ഭ്രാന്താന്ന് പറഞ്ഞു. നിങ്ങൾ അധ്യായം വായിച്ചോ, മൊത്തം ഉണ്ട് അവിടെ. അപ്പൊ എന്തെല്ലാം ആക്ഷേപമാണ്. ഈ ശരിക്കും വചനം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പേരുകളൊക്കെ പിന്നെ ആൾക്കാരൊന്നിച്ചു കൂടും, കല്ലെറിയാൻ നോക്കും, ഉന്തി തള്ളിയിടാൻ നോക്കും. ഭൂതമുണ്ടെന്ന് പറയും, ഏക്കാതെ ഭ്രാന്തനാന്ന് പറയും. അതൊന്നും വെക്കാതെ ശമരിയനാ, താഴ്ത്തിക്കെട്ട ചെല്ലു പറയത്തില്ല, പുള്ളി മറ്റേതാന്നാ തോന്നുന്നു. ഒന്നും വെക്കാതെ വരുമ്പോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്.
കർത്താവ് പിന്നെ അതിന് എതിരൊന്നും പറയാൻ പോകില്ല. ഇവന്മാര് കല്ലെടുക്കുന്ന കണ്ടപ്പോൾ യേശു അങ്ങനല്ലേ എന്നെ നോക്കിയിരിക്കാന്ന്. ബാക്കി ഒന്ന് വായിച്ചു 59 വാക്യം 8:59. അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ യേശു പ്രസംഗിച്ചപ്പം അവരെല്ലാം കൂടെ എറിയാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞു. അപ്പൊ ചില സന്ദർഭത്തിൽ, ചില സ്ഥലങ്ങളിൽ, ചില വിഷയത്തിൽ നമ്മൾ അങ്ങ് ഒഴിഞ്ഞു മാറിയേക്കണം. ദേവാലയം വിട്ടുപോയി. കർത്താവിന് മനസ്സിലായി ഇനിയിപ്പോ ഉടനെ എങ്ങനെയും പള്ളിയിൽ പ്രസംഗിക്കേണ്ട കാര്യം ഇല്ല, പിന്നീട് അവസരം വരും. പിന്നീട് കർത്താവ് വന്നല്ലോ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ശരിയായ സ്വാതന്ത്ര്യം നാം പ്രാപിക്കണം. അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ലഭിക്കൂ. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആമേൻ ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് ആമേൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിച്ചോ. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കെല്ലാം മനപാഠമായ വാക്യമായെങ്കിലും ഒന്ന് ഉറക്ക വായിച്ച് സഹായിച്ചാട്ടെ. ആരെങ്കിലും വായിച്ചാട്ടെ. നിങ്ങൾ ചിന്തിക്കുക, മൈക്ക് പുള്ളിക്കാരുടെ കൊടുത്തില്ല, പുള്ളിക്കാർ തന്നെ വായിക്കട്ടെ. അത് തന്നെ ഉറക്ക വായിക്കും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യം വരുത്തി, നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് സ്വാതന്ത്ര്യം. ഇടയ്ക്ക് കയറി പറയാം, ആമേ രക്ഷപ്പെടാൻ യേശു ക്രിസ്തുവിന്റെ വഴി മാത്രമേ ഉള്ളൂ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് പരിശുദ്ധ നാമമാകുന്ന യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ നാമം. ആ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലേ ശരിയായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ പറ്റും. ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. ദൈവവചനത്തിൽ നിന്ന് വേറൊരു ഭാഗത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രിയിലെ ഈ ചെറിയ മെസ്സേജ് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പരിചിതമായ ഒരു വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒരാൾ പെട്ടെന്ന് ഷടേന്ന് സ്ഫുടമായിട്ട് വായിച്ചാട്ടെ. എടുത്തവരങ്ങ് വായിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ട, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം, വായിച്ച വചനത്തിനായി സ്തോത്രം. അവിടുത്തെ ജനത്തെ കടാക്ഷിക്കണം. അല്പസമയങ്ങൾ വചനം ധ്യാനിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണം. പുത്രനെ മഹത്വപ്പെടുത്തണമേ, ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടിയാട്ടെ. ദേവദൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ദേവദൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുപവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറുപവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൽ ധനമാ കൈയടിച്ചു കാമ്യം നാവാൻ വർണ്യമോ. ദൈവകരുണയിൽ ധനമാകാമ്യം പരമസമ്പന്നനി ധരണിയിലേറ്റം. പരമസമ്പന്നനി ധരണിയിലേറ്റം. ദരിദ്രനായി തീർന്നു സ്വമനസ. പരമസമ്പന്നനി ധരണിയിലേറ്റം. ദരിദ്രനായി തീർന്നു സ്വമനസ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ.
പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ ദൈവകരുണയും ധനമാന്യം നാവാൽ വർണ്യമോ ദൈവകരുണയും ധനമാന്യം കുരിശു ചുമന്നവൻ ഗിരിമുകളേറി കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകളതിന്മേൽ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാൽകളതിന്മേൽ ചരിക്കിരുമ്പാണികൾ തറപ്പതിനായി അതുസ്മരിക്കുകയിൽ വിസ്മയം ആമേൻ ചരിക്കിരുമ്പാണികൾ തറപ്പതിനായി അതുസ്മരിക്കുകയിൽ വിസ്മയം ദൈവകരുണയും ധനമാന്യം നാവാൽ വർണ്യമോ ദൈവകരുണയും ധനമാന്യം നാവാൽ വർണ്യമോ ദൈവകരുണയും ധനമാന്യം. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഈ സന്ധ്യയിൽ വായിച്ചത്. ദൈവദാസൻ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മതി. പൗലോസ് പറയുകയാണ്, നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. തെസ്സലോനിക്കർക്ക് 2 ലേഖനമായി എഴുതിയത്, 1-ഉം 2-ഉം ലേഖനം. ഞാൻ എപ്പോഴും പറയും, ഈ ഭാഗം പ്രസംഗിക്കുമ്പോൾ 2 ലേഖനത്തിലെ 2 വിഷയമാണ്. അത് 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷതയാണ്. ആ 2 പേര് ആരാന്ന് ചോദിച്ചാൽ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാം ലേഖനത്തിൽ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം ലേഖനത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് 5 അധ്യായത്തിലും പൗലോസ് ഓർപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് തർക്കമൊന്നും വേണ്ട, യേശു വീണ്ടും വരും. അതിനൊരു തർക്കവും ഇല്ല. സ്തോത്രം. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട്, ഓ യേശു വീണ്ടും വരും. എന്തിനാ വരുന്നേ? എന്തിനാ വരുന്നേ? പുള്ളിക്ക് വരുവാൻ പോകുകയും ചെയ്യാൻ ദൈവം ഇല്ലയോ? യേശു വീണ്ടും വരുമെന്ന് എന്തിനാ? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക്. എല്ലാരെയും ചേർക്കാനല്ല, പെന്തിക്കോസിലുള്ള എല്ലാരെയും ചേർക്കാനല്ല യേശു വരുന്നത്. പാസ്റ്റർമാരെ എല്ലാരെയും കൊണ്ടുപോകാനല്ല യേശു വരുന്നത്. ക്രിസ്ത്യാനികളെ എല്ലാരെയും കൊണ്ടുപോകാനല്ല യേശു വരുന്നത്. ഒറ്റ വാക്യം പറഞ്ഞ ആ ഭാഗം അങ്ങ് നിർത്താം, അതേ ഇപ്പൊ ഒക്കുള്ളൂ. രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശ കിടത്ത് പ്രാർത്ഥന കഴിച്ച് കൂട്ടായ്മ ആചരിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിച്ച് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാ യേശു വരുന്നത്. അല്ലാതെ നെല്ലിമേലുള്ള ബെന്തിക്കോസുകാരെ എല്ലാം കൂടെ മിക്കാറും പോക്ക് നടക്കല്ല, കനാലിൽ കാണും മിക്കതും. അപ്പൊ അന്ന് വെള്ളം വെച്ച് കിടക്കുക. കാകലനാദം വാനിൽ മുഴങ്ങുമ്പോൾ, കാകലനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും,
പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും. പഴയ പാട്ടാ, നല്ല പ്രത്യാശയുടെ പാട്ടാ. നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇപ്പോഴത്തെ എല്ലാം ഈ കൃത്രിമ പാട്ടായതുകൊണ്ട് ചിലർക്ക് അതേ അറിയാവൂ. പുതിയ പാട്ടെല്ലാം മോശമാണെന്ന് പറയത്തില്ല, ചിലതൊക്കെ നല്ലതുണ്ട്. ഇന്ന് മിക്കതും ഈ എന്തുവാ ഞെക്കി ഞരടി ഉണ്ടാക്കുന്ന പാട്ടാണ്. ഈ അടുത്ത സമയത്ത് ഒരു പാട്ട് കേട്ടു, ഇനി ഒന്ന് തുടരണമേ, അതിന്റെ വരികളെല്ലാം ഞാൻ ഓർക്കുന്നില്ല. ഇടപെടണേ, അത് ആ പ്രയോഗം ഇടപെടണേ. ആയിക്കോട്ടെ, ഇടപെട്ടോട്ടെ, ഞാൻ എതിർക്കുന്നില്ല. എന്നാൽ പഴയ ഭക്തന്മാര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉപദേശം തെറ്റിക്കാതെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ പാട്ടുണ്ട്. അത് പാടിയാൽ ഇപ്പോഴും കത്തലുണ്ടാകും. സ്തോത്രം. ആ ഭാഗത്തേക്കൊന്നും ഞാനിപ്പം പോകുന്നില്ല. അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം സിനിമാ പാട്ടിന്റെ ട്യൂണ. ഞാൻ പറഞ്ഞു, പഴയ പാട്ടും അതൊക്കെ തന്നെ. അതെ, പഴയ പാട്ടുകൾ. പിന്നെ ഇതിന് പ്രത്യേകത തന്നെയാ, പഴയ സിനിമാ പാട്ടാണെങ്കിലും കേൾക്കാൻ സുഖവും ട്യൂണും നല്ലതായിരുന്നു. ഇപ്പോഴത്തെ സിനിമാ പാട്ട് കേൾക്കാനും എല്ലാമല്ല അത്ര സുഖപ്രദവുമല്ല, ട്യൂണും അത്ര. അതുകൊണ്ടാണ് നമ്മുടെ പഴയ അപ്പച്ചന്മാരെല്ലാം എഴുതിയൊക്കെ പഴയത് സിനിമാ പാട്ടിന്റെ ട്യൂണിൽ തന്നെ മിക്കതും എഴുതിയത് അല്ലേ? ഗിരികളിൽ കൺകളുയർത്തി ഞാനോതും. അതിന്റെ ട്യൂണ് പറ. അത് ക്രിസ്തീയ പാട്ട്, അതിന്റെ ട്യൂണ് അത് അതാ, അത് വേറെ പകർത്തി എടുത്തതാ. അതെല്ലാം അറിയാം അമ്മയ്ക്ക്. പക്ഷെ അത് പാട്ട് നല്ലതാ, ട്യൂണൊക്കെ. ആ പഴയ ട്യൂണാണെങ്കിലും നല്ലതാ. അതുകൊണ്ടാണ് രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയ. നല്ല പാട്ടല്ലേ? എന്ന മട്ട ഏതിന്റെ? പാലും പഴവും കൈകളിലേന്തി ഭാഷ ഊളനാന്ന് പറഞ്ഞിരിക്കുകയാണോ? മനസ്സിലായില്ലേ? അതാ, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പൊ ഈ ട്യൂണല്ല വിഷയം. ഉപദേശം തെറ്റരുത്, പ്രമാണത്തിന് വ്യത്യാസം വരരുത്, പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. സ്തോത്രം. പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ ലോകത്തുള്ള സകല മലയാളികളും ക്രൈസ്തവരും പാടുന്നൊരു പാട്ടുണ്ട്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. അതിന്റെ ഏത് പാട്ടിൽ നിന്നുള്ള ട്യൂണാന്ന് ഞാനിപ്പോ പറഞ്ഞാൽ ഇനി നിങ്ങൾ ആ പാട്ട് പാടുകയില്ല. തന്നെയല്ല, ഇപ്പം വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുക. സ്പീക്കർ വരെ കുഴഞ്ഞേച്ചിരിക്കുക. അപ്പൊ ഞാനിപ്പോ അത് പറഞ്ഞാൽ അത് പിന്നെയും വിവാദമാകും. പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, പഴയ പാട്ടുകൾ പാടിയാൽ ഇപ്പോഴും ഒരു ആത്മീയ ചൈതന്യം ഉണ്ടാകും. അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമുക്ക് ആ വിഷയം വിടാം. അപ്പോൾ 2 ലേഖനം പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതി ഓർപ്പിച്ചതിന്റെ 1-2 ലേഖനം. 2 ലേഖനത്തിൽ 2 വിഷയം, 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷത. ആ 2 പേര്, ഒന്ന് യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിന്റെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാം ലേഖനത്തിന്റെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിവുകൾ നിരത്തിയിട്ടുണ്ട്.
ഒന്നാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിലും രണ്ടാം അധ്യായത്തിന്റെ 14, 13, 14 വാക്യത്തിലും 19-ാമത്തെ വാക്യത്തിലും മൂന്നാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും നാലാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യത്തിലും 5-ാം അധ്യായത്തിന്റെ 23, 24 വാക്യങ്ങളിലൊക്കെ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, വിശദീകരിക്കുന്നുമില്ല. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ച് പറയാ, യേശു വീണ്ടും വരും. എബ്രായ ലേഖനക്കാരൻ പറഞ്ഞത് രണ്ടാമതും പ്രത്യക്ഷപ്പെടുവെന്ന. എങ്ങനെ? രണ്ടാമത്. അപ്പൊ അതിനർത്ഥം തന്നെ ആദ്യം ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാ, എങ്ങനാ, എന്തിനാ? ആദ്യത്തെ പ്രത്യക്ഷത കന്യാസ്ത്രീയായി ഭൂമിയിൽ അവതരിച്ചതാണ്. കാലത്തികവിൽ കർത്താവാകുന്ന ക്രിസ്തു കന്യകയിൽ ഭൂജാതനായി. അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷത. എന്തിനെന്ന് ചോദിച്ചാൽ മാനവജനതയുടെ പാപത്തിന് പരിഹാരം വരുത്താൻ. അവിടുന്ന് അത് വരുത്തി വിശ്വസിക്കുന്നവർക്ക് ആ പാപപരിഹാരം പ്രാപിക്കാം. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അവിടുത്തെ രക്തം നിർമ്മല രക്തമാണ്, പരിശുദ്ധ രക്തമാണ്, വിലയേറിയ രക്തമാണ്, പാപങ്ങൾ മോചിക്കുന്ന രക്തമാണ്, രോഗത്തെ സൗഖ്യമാക്കുന്ന രക്തമാണ്, സമാധാനം തരുന്ന രക്തമാണ്, നിന്റെ കെടുതികളെല്ലാം മാറ്റുന്ന പരിശുദ്ധ രക്തമാണ്. ആമേൻ. നമുക്ക് ജയം തരുന്ന രക്തമാണ്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടവുമേ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, ആമേൻ, സ്തോത്രം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്തു. ആ പരിശുദ്ധ രക്തത്താൽ രോഗശാന്തിയുണ്ട്. ആ രക്തത്താൽ പാപങ്ങളുടെ മോചനമുണ്ട്. അവിടുത്തെ രക്തം പുണ്യാക രക്തമാണ്, വിലയേറിയ രക്തമാണ്, പരിശുദ്ധ രക്തമാണ്. സ്തോത്രം. കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്, തന്റെ ജീവൻ തന്നെയാ എന്നെ നടത്തുന്നതും. കുഞ്ഞാട്ടിന്റെ രക്തമാ എന്നെ വീണ്ടെടുത്തത്, തന്റെ ജീവൻ തന്നെയാണ് എന്നെ നടത്തുന്നതും. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ആ രക്തത്താലാണ് നമുക്ക് വിടുതലും വീണ്ടെടുപ്പും രക്ഷയും ഉദ്ധാരണവും ഉണ്ടായത്. അതെ, നമ്മളെ തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ് വായിച്ചത്. നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഞാൻ പ്രസംഗം നിർത്തും. ചായച്ചായ എപ്പോഴാണ് നിർത്തണ്ടേ? പുള്ളി 9:30 വരെ പോകാന്ന് പറഞ്ഞു. നിങ്ങളോ? 9:30 പറ, നിങ്ങൾ സമാധാനം പറ. 9:30. 9:30 ആകുമ്പോ എനിക്ക് ഇവിടെ വാച്ച് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരാൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം. 9:30 ആയി. അതാ അവര് കെട്ടിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്ന് പറയണം. 9:30 ആകുമ്പോ ഇവിടെ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാ. ഒന്നുകൂടെ വായിച്ചേ ദൈവദാസനെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, സഹോദരന്മാരെ, നിങ്ങൾക്ക് ചില വിഷയത്തെ പറ്റി അറിവുണ്ടായിരിക്കണം. ഒന്നുകൂടെ നമ്മുടെ ശൈലി പറഞ്ഞാൽ, നിങ്ങൾ ചില കാര്യം അറിഞ്ഞിരിക്കണം. സ്തോത്രം. നമ്മുടെ എല്ലാം ഒരു പ്രകൃതി. അറിയേണ്ട കാര്യം നമ്മൾ അറിയത്തുമില്ല, അറിയേണ്ടാത്ത കാര്യമെല്ലാം നമ്മൾ അറിയുകയും ചെയ്യും. അതറിയാനായിട്ട് നമ്മൾ എന്ത് മാർഗവും സ്വീകരിക്കും. ഇതറിഞ്ഞിട്ട് നമുക്ക് യാതൊരു പ്രയോജനം എന്നാൽ പ്രയോജനമുള്ള കാര്യം നമ്മൾ അറിയത്തില്ല. യാതൊരു പ്രയോജനമില്ലാത്ത കാര്യം നമ്മൾ അറിയും. ചൊല്ലി ചോദിക്കാൻ, അവർ രണ്ടുപേരും ഒളിച്ചോടിയെന്നാ കേൾക്കുന്നത്. എവിടോട്ടാ പോയത് അതറിഞ്ഞിട്ട് നിനക്ക് എന്തേലും നിന്നെ കൊണ്ടുപോവോ? ഇല്ല. കൊച്ചുങ്ങൾ എങ്ങനെയും ഓടിപ്പോവുക. അല്ല, നമ്മളെ അറിഞ്ഞ ഇത് കൊണ്ടുപോകും. ഇത് കൊണ്ടുപോയാൽ എന്നാ
നമുക്ക് യാതൊരു ഗുണവും ഇല്ല, എന്നാലും നമുക്കിത് അറിയാം. അവിടെ അമ്മായിയമ്മ മരുമകളോട് വഴക്കായി വിഷയം എന്നാന്ന് അമ്മാമ്മയ്ക്ക് അറിയാമോ? അമ്മാമ്മ പറയും, ഞാൻ രാവിലെ ശബ്ദം കേട്ടു, ഞാൻ ഇടയ്ക്ക് മതിലിന്റെ സൈഡിൽ പോയി നിന്ന്, പക്ഷെ എന്നാന്ന് അതിനിപ്പം വെള്ളം കോരാൻ വരുമ്പോ ചിലപ്പം നമുക്കിത് അറിഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കത് അറിയണം. ആവശ്യമില്ലാത്തതെല്ലാം അറിയാൻ നമുക്കെല്ലാം തൃപ്തിയാണ്. സ്തോത്രം. എന്നാൽ അറിയേണ്ട കാര്യം നമുക്കറിയാൻ യാതൊരു താല്പര്യവും ഇല്ല. എന്നാൽ പൗലോസ് ഇവിടെ പറയുക, നിങ്ങൾ അറിയാതിരിക്കരുത്. ഏതാ? നിദ്ര കൊണ്ടവരെ കുറിച്ച്. എങ്ങനെ? കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി കമ്പിവാചകം പോലെ പറഞ്ഞ് നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ തന്നെ യോഗം നിർത്തുവാനാ കർത്താവ് ശരണപ്പെടുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. അപ്പൊ ശ്രദ്ധിക്കുക, അതിന്റെ അർത്ഥം സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ എതിരാളി അയലത്തുകാരും സഹോദരങ്ങളും മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താവോ മക്കളോ അയലത്തുകാരോ മനുഷ്യരാരുമല്ല. ഒരു ദൈവ പൈതലിന്റെ എതിരാളി ശത്രു പിശാച. അവൻ ആദ്യം മുതൽ കുലപാതകനാണ്, അവൻ വഞ്ചകനാ, നാശയോഗ്യനാ, അവൻ ഉപായിയ, സൂത്രശാലിയ. അവന്റെ തന്ത്രങ്ങൾ നാം അറിഞ്ഞിരിക്കണം. വേണ്ടേ? അറിയണം. ആദിമാതാവ് ആ തന്ത്രം മനസ്സിലാക്കിയില്ല. കർത്താവ് അവരോട് രണ്ടുപേരെയും തോട്ടത്തിലാക്കിയ 3-4 കാര്യം പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞേ? അല്ല, 3-4 കാര്യം കർക്കശമായി പറഞ്ഞു. കായ് വല്ലം പറിച്ചു വന്ന് വെച്ച് കിടന്നുറങ്ങണമെന്നാണ്. പിന്നെ നന്നായിട്ട് പറ, കഴിക്കാതെ എങ്ങനെ ജീവിക്കുന്നു? 4 കാര്യം കർക്കശമായി പറഞ്ഞു. ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യണം. 2, തോട്ടം കാക്കണം. പിന്നെ നടുവിലെ വൃക്ഷമാണല്ലോ എല്ലാവർക്കും വിഷയം. എല്ലാരും അങ്ങ് നടുവിലെ വൃക്ഷമാണ്. 4 കാര്യം ദൈവം കർക്കശം പറഞ്ഞു. 1, തോട്ടം കാക്കണം. 2, വേല ചെയ്യണം. 3, ഇതിനെല്ലാം അടക്കി ഭരിക്കണം. 4, സന്താന സമൃദ്ധിയുള്ളവരായി. ഇതാ പ്രധാനപ്പെട്ട 4 കാര്യം. അതിമുതൽ കൻപേതരിച്ചോൻ നാരാകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. അതിമുതൽ കൻപേതരിച്ചോൻ നാരാകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. നിധി വരം 4 കൂരച്ചാൻ പെറ്റു പെരുകി മന്നിടം വാഴ്കെന്നരുൾ ചെയ്താൻ. നിധി വരം 4 കൂരച്ചാൻ പെറ്റു പെരുകി മന്നിടം വാഴ്കെന്നരുൾ ചെയ്താൻ. 4 കാര്യമാണ് പറഞ്ഞത്. അപ്പൊ തോട്ടം കാക്കണം. കാക്കണമെന്ന് പറയാനുള്ളതിന്റെ ഉദ്ദേശം, ചതിക്കുവാൻ കഴിവുള്ള, വഞ്ചിക്കാൻ കഴിവുള്ള സൂത്രശാലിയായ ഒരുവനുണ്ട്. അവന് നീ ഇടം കൊടുക്കരുത്. അവന്റെ തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം. സ്തോത്രം. അപ്പോൾ സാത്താന്റെ തന്ത്രങ്ങളെ ദൈവമക്കൾ അറിയണം. തോട്ടം കാത്തില്ല, തോട്ടത്തിൽ പാമ്പ് കയറി. ഇല്ലേ? തോട്ടത്തിൽ പാമ്പ് കയറി. പാമ്പ് എവിടത്തെയാ? കാട്ടിലെയാ? അമ്മാമയോ? അമ്മാമ എവിടത്തെയാ? അയ്യോ, അമ്മാമ തോട്ടത്തില്ലേ? നമ്മളിവിടെ ഇല്ലേ? തോട്ടത്തിലെ അമ്മാമയാണ്.
ഇവരെ തോട്ടത്തിലല്ലേ കൊണ്ടാക്കിയത്? ഏതിന് കിഴക്ക് ഒരു തോട്ടം, അങ്ങനല്ലേ? നല്ല സുന്ദര സുരബലമായ ഒരു തോട്ടമാണ് അത്. സൈമൺ സാറ് വിവരിച്ചിരിക്കുന്നത് ആംഗലേയ ദ്വീപ് പോലാണ്. കേരവും ഗംഭീരവും ഈന്തലും കരിമ്പുളിവേരയും നാഗരംഗമാകന്തമാതുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം ചെത്തിയും അത്ത് വൃക്ഷം കമ്മർമാന്ത ത്രീതാലം ജാലങ്ങൾ ഭീലുക്കളും ഗന്ധപുഷ്പമേകും ചമ്പുകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷത്രമവും സപ്തച്ചതം 7 പാല, ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക, ഇതെല്ലാം ഈ തോട്ടത്തിലുണ്ടാണ്. ഈ തോട്ടത്തിലാണ് ഇവരെ ആക്കിയത്. തോട്ടം ഒരു നദി 4 ശാഖയായിട്ട് പുറപ്പെട്ടു. ഒന്നാമത്തത് ഭീഷൺ, വെള്ളച്ചാട്ടം എന്നർത്ഥം. വീലാദേശമൊക്കെ ചുറ്റോടെ ഗുലുഗുലു കൊണ്ട് പൊന്നുണ്ട്, പൊന്ന് മേത്തരമാണ്. ഹിദ്ദേക്കല് ഫ്രാത്ത്, അങ്ങനെ എല്ലാം കൊണ്ട് നല്ല സ്ഥലമായി തോട്ടം. ഈ തോട്ടത്തിലാ ദൈവം തമ്പുരാൻ ഇവരെ ആക്കിയത്. അപ്പൊ അമ്മാമ എവിടത്തെയാ? തോട്ടത്തിലെ അമ്മാമ. പാമ്പ് എവിടത്തെയാ? കാട്ടിലെ പാമ്പിന്റെ ഫോൺ നമ്പർ തോട്ടത്തിൽ അമ്മാമ മേടിക്കണോ? മിണ്ടുന്നില്ലല്ലോ ആരും. അവൻ പാമ്പാ. അവൻ ചിലപ്പോ രാത്രി 11:30 മിസ് കോൾ വിട്ടെന്ന് അത് നമ്പർ കൊടുത്തോണ്ടല്ലേ. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ? ഞാനതൊന്നും വിവരിക്കുന്നില്ല. നല്ലൊരു യോഗം കൂടി വെച്ച് നിങ്ങൾ പറയാം, അത് അലോഗ്യം ഉണ്ടാക്കി അവിടുന്ന്. ഞങ്ങളുടെ പുള്ളിക്കാരുണ്ടായിരുന്നു, പുള്ളിക്കകത്ത് പറയേണ്ട ഒരു കാര്യവും വെറുതെ ഞാനൊന്നും പറയുന്നു. അപ്പൊ ഈ ചങ്ങാത്തം കൂടുമ്പോൾ ഓർക്കണം, നമുക്കിത് പറ്റുന്നതാണോ എന്ന്. നമ്പർ മേടിക്കുമ്പോൾ, ഫോൺ ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒരു ദൈവത്തിൽ ചിന്തിക്കണം, ഇത് നമുക്ക് യോഗ്യമാണോ? അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം. ഇവ സൂത്രശാലിയാ, തന്ത്രശാലിയാ, ഉപായ രൂപേണയാ വന്നെ. പൗലോസ് ആ കാര്യം പറയുന്നുണ്ടല്ലോ, സർപ്പ ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. പ്രൈസ് ദി ലോർഡ് പറഞ്ഞാ വരുന്നത്. പ്രൈസ് ദി ലോർഡ് നീട്ടി പറഞ്ഞപ്പോ അമ്മാമ്മ ഓർത്ത് പാസ്റ്റർമാരാരാണ്ടാണ്. അമ്മാമ്മ എവിടെ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവന് മനസ്സിലായി അമ്മാമ്മ ലോൺ എടുക്കുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഒത്തിരി ലോൺ കൊടുക്കുന്നവനാ. അമ്മാമ്മ ഞാൻ അയൽക്കൂട്ടത്തിൽ നിന്നും 5-6 ലോൺ എടുത്തേച്ച് ഇരിക്കും. അവന്റെ സഹായം തീരുന്നതിന് മുന്നേ അമ്മാമ്മ ഓടുന്നു, അയ്യോ പെണ്ണുങ്ങൾ എന്നെ വെച്ചേക്കില്ല, ഞാൻ പോവാൻ. നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ അതോ? ലോൺ ഉണ്ടെന്നോ? മുഴുവൻ എണ്ണത്തിൽ ലോൺ ഉണ്ടെന്ന്. അപ്പൊ ഒത്തല്ലോ. അപ്പൊ ഇവന് മനസ്സിലായി അമ്മാമ്മ ഇനി ഒരു ലോൺ കൂടെ എടുക്കും. അതാ പ്രൈസ് ലോൺ. സാത്താൻ എന്നെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ ഉപായ രൂപേണ അടുത്ത് വരും, നയരൂപേണ വരും. നല്ല രീതിയിൽ ആ തുടക്കം, പക്ഷെ ഒടുക്കം നിന്ന് ചതിക്കും. അവൻ വഞ്ചകനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ അറിഞ്ഞിരിക്കണം, സാത്താന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം. സംസാരം കേൾക്കുമ്പോൾ അറിയാം ഇവൻ ദൈവ പൈതലാണോ, ഇടപാട് കാണുമ്പോൾ അറിയാം ദൈവ പൈതലാണോ, സമീപനം കാണുമ്പോൾ അറിയാം ദൈവ പൈതലാണോ, നോട്ടം കാണുമ്പോൾ അറിയാം ദൈവ പൈതലാണോ, ട്യൂണ് കേൾക്കുമ്പോൾ അറിയാം ദൈവ പൈതലാണോ. ദൈവമക്കൾ ഇന്ന് രാത്രി വിവേചിക്കണം. നിന്നെ ചതിക്കുവാൻ, നിന്റെ കുടുംബത്തെ ചതിക്കുവാൻ, ഈ തോട്ടത്തിൽ നിന്ന് നിന്നെ വെളിയിൽ കളയുവാനാണ് അവന്റെ തന്ത്രം. ദൈവസഭ കെട്ടിയടച്ചൊരു തോട്ടമാണ്. ഇതിനകത്ത് മുദ്രയിട്ടൊരു കിണറുണ്ട്, വറ്റിപ്പോകാത്തൊരു ഉറവുണ്ട്. കൃപയാൽ നീ തോട്ടത്തിൽ വന്നിരിക്കുക. ബോവസിനോട് ബോവസ് പറഞ്ഞതുപോലെ നീ ബോവസിന്റെ വയറിൽ വന്നിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവസഭയാകുന്ന തോട്ടത്തിൽ നിന്ന് നിന്നെ പുറത്താക്കുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ ഉപായ രൂപേണ സാത്താൻ വരുമ്പോൾ ഇന്ന് രാത്രി അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ ഒരു സാറ് DYSP ആയിരുന്നല്ലോ, ഒരു സാർ എഴുതിയ ഒരു പാട്ടുണ്ടല്ലോ, ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്. നല്ല പാട്ടാണ്, എനിക്കത് ഇഷ്ടമാണ്. പുതിയ പാട്ടെല്ലാം മോശമാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞു. ചെല്ലു പറഞ്ഞു അയാൾക്ക് പുതിയ പാട്ട് ഒന്നും ഇഷ്ടമല്ല. അല്ലല്ലോ, എനിക്ക് ഇഷ്ടമുള്ള പാട്ടുണ്ട്. എനിക്ക് പാട്ടിന്റെ ട്യൂണ് അറിയാമോ? ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയം അവൻ. കേട്ടിട്ടില്ല നിങ്ങൾ? ഏതൊക്കെയാ കേട്ടേക്കുന്നത്? ആ പാട്ട് കേട്ടിട്ടില്ലേ?
കേൾക്കുന്നുണ്ട്. നല്ല പാട്ടാണ്. ആട്ടെ, വിവരിക്കുന്നില്ല. ഞാൻ അത് പറഞ്ഞ 9:30 ആകും, നിർത്തുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവസഭ കെട്ടിയടച്ചൊരു തോട്ടം. ഈ തോട്ടത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം ആക്കിയിരിക്കുക. അബദ്ധത്തിൽ വന്നതല്ല. ആ വേദപുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കി ഈ തോട്ടത്തിൽ എന്നെയും നിന്നെയും ദൈവം കൊണ്ട് നട്ടു. യെശയ്യാ പ്രവചനം 5 കൂടെ ചേർത്ത് പഠിച്ചാൽ ഇതിന് വേലി കെട്ടി അതിനകത്തെ കല്ലെല്ലാം പെറുക്കിക്കളഞ്ഞു. ഒരു ചക്കു കുടിച്ചിട്ട് ഒരു ഗോപുരമൊക്കെ പണിത് അവൻ നല്ല വക മുന്തിരിവള്ളിയായി ഈ തോട്ടത്തിൽ നട്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവസഭയാകുന്ന തോട്ടത്തിൽ നിന്ന് നിന്നെ പറിച്ചു കളയുവാൻ, നിന്നെ പിഴുതെറിയുവാൻ, ഈ തോട്ടത്തിന് വെളിയിലാക്കുവാൻ കുടില തന്ത്രങ്ങളുമായി സാത്താൻ കടന്നു വരുമ്പോൾ അവന്റെ ഉപായത്തെ, ചതിവിനെ, വഞ്ചനയെ മനസ്സിലാക്കി ആത്മാവിൽ വിവേചിച്ച് ഇന്ന് രാത്രി അറിഞ്ഞ് ആ വിഷയത്തിൽ ജയമെടുക്കണം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഒന്ന്, സാത്താന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം. അറിവില്ലാതിരിക്കരുത്. ഓടിച്ച് മുമ്പോട്ട് പോകാം. 2, എന്തൊക്കെ നമ്മൾ അറിയണം. 9 കാലായോ? ഇടയ്ക്കിടയ്ക്ക് പറയണേ സമയം. 2, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം, കരുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:5. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പോൾ 2, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എവരെയെല്ലാം മരുഭൂമിയിൽ തള്ളിയിട്ടു. സ്തോത്രം. അറിയാതിരിക്കരുത്. ആരാ മരുഭൂമിയിൽ തള്ളിയിട്ടത്? ആരെയും തെളിയിട്ട് നമുക്ക് തന്നെ, നമ്മളെ ആരും ഇതുവരെ തെളിയില്ല, എന്നെ തെളിയാ വിവരം അറിയാം. അതായിരിക്കും. അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ ആകുന്നത്. എന്നെ തെളിയാ. പണ്ട് ഞങ്ങളുടെ ഒരു അമ്മ പറഞ്ഞു, ഇപ്പോഴും അമ്മ ബന്ധുക്കോസില്ല, ഇപ്പോഴും ഉണ്ട്. അമ്മ പറഞ്ഞു, എന്റെ അച്ഛൻ ഒഴിച്ച് എന്നെ ആരും ഒഴിച്ചാലും ഞാൻ തിരിച്ചടിക്കുമെന്ന്. എന്നോട് പറഞ്ഞതാണ്. എന്റെ അച്ഛൻ ഒഴികെ എന്നെ ആര് തല്ലിയാലും ഞാൻ. അമ്മ ഇപ്പോഴേക്ക് പണ്ട് 100 വയസ്സാകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഭർത്താവ് അടിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല, എന്റെ അച്ഛൻ ഒഴികെ. നിങ്ങൾ അങ്ങ് പൂരിപ്പിച്ചാൽ മതി. അമ്മച്ചി ഇന്നയാളെ തല്ലിയെന്ന് കേട്ടു. ഞാൻ അവനെ കാല് മടക്കി അടിച്ച് വെള്ളത്തിൽ കളഞ്ഞ് കയറി വന്ന ബെയിറ്റേക്ക് അടിച്ച് താത്തുന്നു. ഞാൻ പിന്നെ ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. ആട്ടെ, നമ്മുടെ അമ്മ ഇപ്പോഴും ഉണ്ട് ബന്ധുക്കോസില്ല. വെട്ടനാത്തഞ്ഞെന്ന് വീടരുത്, തള്ളയുടെ മുന്നിൽ ചെന്ന് വീണ അടിച്ച് തള്ള. അപ്പൊ ഞാൻ തള്ള വലിയ തൻ്റെ അടിയായിരുന്നു. അപ്പൊ അത് കേട്ടാ ഞാൻ ചോദിച്ചു, അമ്മ ഇന്നയാളെ തല്ലിയെന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ ഇന്നയാളെ തല്ലിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തല്ലി മുച്ചവിടെ കയറുന്ന വെച്ച് കാലുമടക്കി അടിച്ചെന്ന്. കൈ ചൂണ്ടി വർത്താനം പറഞ്ഞപ്പോ അവൻ എന്റെ മുഖത്തിന് ചൂണ്ടുവരലിരുന്നു. അപ്പൊ ഞാൻ മുച്ചവിടെ കയറുന്നു. വേറെ ഉണ്ട്, ഞാനിപ്പോ പറയുന്നില്ല. ഇപ്പോഴും ഉണ്ട്. അപ്പൊ പിന്നെ അമ്മച്ചി മാനസാന്തരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇവരെ തെള്ളിയിട്ട കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ആരുടെ കാര്യമാ? ഇസ്രായേലിന്റെ കാര്യമാ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. ഇസ്രായേൽ ആരാ? ആ ഭാഗം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് പഠിച്ചാൽ ഉപദേശപരമായ ചില കാര്യങ്ങളുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം ആമേൻ മേഘത്തിനുള്ളിലായിരുന്നു. മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. അപ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകവും പ്രാപിച്ച്
സഭയിൽ വന്നവരാ, പക്ഷെ മിക്കതിനും എന്തെല്ലാം കിട്ടും. സ്തോത്രം. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ആ 10-ാം അധ്യായം ഒന്ന് പഠിച്ചാൽ ഒത്തിരി വിഷയം ഉണ്ടെങ്കിലും തെളിയിടാൻ അവിടെ 3-4 കൂട്ടം കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒത്തിരി കാര്യമുണ്ട്, 3-4 കൂട്ടം കാര്യം. ഒന്ന്, ഇവർക്ക് ദുർമോഹം. മോഹമല്ല, ദുർമോഹം. ദൈവമക്കൾക്ക് ദുർമോഹം പാടില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ ആഗ്രഹം നല്ലതാ, അത്യാഗ്രഹം പാടില്ല. ആഗ്രഹം നല്ലതാ, ദുർമോഹികളാകരുത്. ഇവർക്ക് ദൈവം തമ്പുരാൻ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തൂണ്, അടിക്കപ്പെട്ട പാറയെന്ന് ശുദ്ധജലം, ഇതുവരെ ആരും കഴിക്കാത്ത ഭക്ഷണം, സ്വർഗീയ മന്ന. എന്നിട്ട് ഇവർക്ക് അങ്ങ് ദുർമോഹം. ഇവര് കിടന്ന് ബഹളം ഉണ്ടാക്കാം. ഞങ്ങൾ മിസ്രൈമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കല ഇറച്ചി, ഞങ്ങൾക്ക് ആരും ഇറച്ചി തരും. ഭയങ്കര പ്രശ്നം. മോശയോട് പറഞ്ഞ് ഇറച്ചി തന്നില്ലേ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഇഷ്ടയൊക്കെ ഉണ്ടാക്കി ഉള്ളിയൊക്കെ തിന്നാ ജീവിച്ചെങ്കിലും താനല്ലേ വന്ന് പറഞ്ഞത്, എന്റെ കൂടെ വാ, പാല് തരാം, തേൻ തരാം, പാലും തേനും എടുക്കുന്ന നാട്ടിൽ കൊണ്ടുപോകാം. അതൊക്കെ കേട്ട് ഞങ്ങൾ ഉള്ള ജോലിയും കൂടെ വിട്ടേച്ചാ. ഇപ്പൊ പാലുമില്ല, പഴവുമില്ല, പഞ്ചാരമില്ല, കിട്ടുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഇല്ല. ഞങ്ങളവിടെ ഇറച്ചി ഉണ്ടായിരുന്നു, ഇറച്ചിക്കാലത്തിന്റെ അടുക്കല്ല ഞങ്ങൾ ഇരുന്നത്. താനെ ഇനി പാലും പഴവും ഒന്നും കിട്ടുമെന്ന് ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നോക്കിയിട്ട് മുഴുവൻ മരുഭൂമിയാ, മിക്കവാറും പെട്ടുപോകാം. ഇറച്ചി തരണമെന്ന് പറഞ്ഞു. ഇറച്ചി തന്നില്ല തന്നെ ഞങ്ങള് മോശയാകെ പേടിച്ചു. പിന്നെ മോശയുടെ ഒരു വിശേഷത, തന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം വരുമ്പോ നേരെ ദൈവസന്നിധി ചെല്ലും. മോശ ദൈവസന്നിധി ചെന്നു. തമ്പുരാൻ ചോദിച്ചു, എന്നാ മുഖത്തൊരു മ്ലാനത, എന്തോ മോശയോട് ചോദിച്ചു. എന്തോ? മോശ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാ ഈ പണിക്ക് എന്നെ വിളിക്കരുത്. തന്നെ പറഞ്ഞ്, ഞാനുണ്ട് കൂടെ, അകരോനുണ്ട്, കൂട്ടിന് അകരോനുണ്ട് കൂടെ, ഞാനുണ്ട്, വടിയുണ്ട്, കുടയുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി. ഇപ്പൊ കുടയില്ല, വടിയില്ല, അകരോനും ഇല്ല, ആരുമില്ല, ഞാൻ കിടന്ന് കുഴയില്ല. ദൈവം പറഞ്ഞു, എന്നാ കൊല്ലുവെന്നും പറഞ്ഞ് നിൽക്കുക ഇവന്മാരില്ല. കഴിഞ്ഞ ആഴ്ച കമ്മിറ്റി കൂടി തട്ടിയാക്കാൻ പറഞ്ഞു. സെക്രട്ടറി എഴുന്നേറ്റ് പറഞ്ഞത് ആളിനെ തീർത്തേക്കാൻ. ജോർജ് പിന്താങ്ങുകയും ചെയ്തു, ആളിനെ തട്ടിയാക്കാൻ. തമ്പുരാൻ പറഞ്ഞിട്ട്, നീ ചുമ്മാ ആവശ്യം വല്ല ഊളനും പറയുന്ന കേട്ടോണ്ട് നീ കിടന്ന്. മോശ പറഞ്ഞു, അങ്ങനൊന്നുമല്ല, അവര് കൊല്ലുമെന്ന് തീരുമാനിച്ചു, മെസ്സേജ് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോ കൂടെ കൊല്ലുന്ന വിധം തന്നെ അവരതിനകത്തൂടെ വാട്സപ്പിനകത്ത്. തമ്പുരാൻ പറഞ്ഞിട പോട്ടാ, അവരാരും നിന്നെ കൊല്ലത്തുമില്ല, നീ അങ്ങനെ ത്യാഗത്തുമില്ല, നിന്നെ ഞാൻ അടക്കുന്നത്. നിന്റെ ഡെഡ് ബോഡി പോലും ഓമാരുടെ കൊടുക്കുക. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴികളുമല്ല ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വിചാരവും നിന്റെ വഴികളും ദൈവത്തിന്റെ വിചാരവും ദൈവത്തിന്റെ വഴികളായി വ്യത്യാസമുണ്ട്. നിന്നെ ദൈവം ശത്രുവിന്റെ കയ്യിൽ കൊടുക്കത്തില്ല, ദുഷ്ടന്റെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കത്തില്ല, സാഹസക്കാരന്റെ പക്കൽ ദൈവം നിന്നെ ഏൽപ്പിക്കത്തില്ല. ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറച്ച് പാറമേൽ നിന്നെ ഉയർത്തി നിന്റെ ഗമനത്തെ സ്ഥിരമാക്കി നിന്റെ വായിൽ പുതിയ പാട്ട് വന്ന്. പ്രൈസ് ദി ലോർഡ്. ശത്രു തന്നുണ്ട് തീയമ്പുകൾ മാറിപ്പോ ശത്രു തന്നൂടെ എമ്പുകൾ മാറി പോലൻ തൊടുത്തിടുമ്പോൾ സർവയൂഥവർഗം ധരിച്ചിടുവാൻ ശക്തി പകർന്നിടണേ. സർവയൂഥവർഗം ധരിച്ചിടുവാൻ ശക്തി പകർന്നിടണേ. ആത്മനാഥ എൻ പ്രാണനാഥ, ആത്മനാഥ എൻ പ്രാണനാഥ, ആമേൻ. ആശ്വാസമേകണേ നായക, ആമേൻ. ആശ്രിതർക്കാലംബ കർത്താവേ, ആമേൻ. ആശ്വാസമേകണേ നായക, ആശ്രിതർക്കാലംബ
കർത്താവേ. നല്ല കടൽ പോ ഇളകുമൻ ഹൃദയത്തിൽ ആനന്ദം നൽകിയിടുക യേശുവേ, ആനന്ദം നൽകിയിടുക, ആശ്വാസമേകിയിടുക. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ ഏൽപ്പിക്കത്തില്ല. പക്ഷെ മോശ മനുഷ്യനല്ലേ, വെപ്രാളപ്പെട്ടെന്ന് പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാ എനിക്ക് സഭാ ചാർജ് വേണ്ടെന്ന്. കാര്യം എന്നെ സഭക്കാർ കൊല്ലുവെന്ന. വേറെ ആണെ ഒരു സഭ ഇല്ല, താനും ട്രാൻസ്ഫർ മേടിച്ച് അങ്ങോട്ട് ആകെ ഒരു സഭയുള്ളത് ഇസ്രായേൽ. മിഷൻ സ്റ്റേഷൻ വല്ലതും ഉണ്ടായിരുന്നു അങ്ങോട്ടേലും. പൈനീർ വർക്കൊട്ടും ഒക്കത്തുമില്ല, കാരണം എല്ലാം മേഘത്തിലേക്ക് ഇല്ല. പൈനീർ വർക്കാന്നും പറഞ്ഞ് വേറെ തരത്തോട്ട് പോയാൽ ചൂടടിച്ച് തമ്പുരാൻ പറഞ്ഞ അവരാരും നിന്നെ കൊല്ലുകയല്ല, നീ ഇപ്പൊ ചാകത്തുമില്ല. ഇല്ലില്ല, അവര് കൊല്ലുമെന്ന് ഉറപ്പിച്ചെന്ന് പറഞ്ഞു. ഉറപ്പിച്ചു. അപ്പൊ ദൈവം ചോദിച്ചു, കൊല്ലാൻ കാര്യം എന്നെ? കൊല്ലാൻ കാര്യം ഇറച്ചു കൊടുത്തില്ല, കൊല്ലുമെന്ന് പറഞ്ഞു. അതാന്നോ വലിയ വിഷയം? എന്നാ ഇത് പറയണ്ടേ ഇതാ വിഷയമെന്ന്? അതൊക്കെ നിസ്സാര വിഷയമായ ഇറച്ചി. ഇവര് ദുർമോഹികളായിട്ട് നിൽക്കുക. തമ്പുരാൻ പറഞ്ഞത് ചെറിയ വിഷയമാണ്. മോശ പറഞ്ഞു നിനക്ക് ചെറിയ വിഷയമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയ വിഷയം. ഞാനൊരു കാര്യം മക്കളോട് പറയാം, നീ വലിയ ഭാരിച്ച വിഷയവുമായിട്ടായിരിക്കാം ഇന്ന് രാത്രിയുടെ വന്നത്, പക്ഷെ ദൈവത്തിന് അത് നിസാരമാണ്. നമുക്ക് വലിയ ഭാരത്തോടെ ഇവിടെ വന്നിരിക്കുന്നേ. ഞാൻ ചിലരെ വന്നപ്പോ മുതൽ ശ്രദ്ധിച്ചു, ഒരു സ്തോത്രം പോലും പറയാൻ പറ്റുന്നില്ല. സ്തോത്രം പറയാൻ അറിയാമലായിട്ടല്ല, ഭാരമായിട്ട് ഇങ്ങനെ ഇരിക്കുക. കൈയില്ലാഞ്ഞിട്ടല്ല, കൈ അടിക്കാൻ അറിയാമലായിട്ടല്ല, സ്തോത്രം അതുപോലെ ഭാരമാണ്. ചില ചിന്തിക്കുക, ഭാഷന്മാർക്കൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചു പോയാൽ മതി. ഞാൻ അനുഭവിക്കുന്നത് പോലെ മനോവേദന അനുഭവിക്കുന്ന ഒരു കുഞ്ഞുങ്ങള് ഈ നെല്ലിമല ഓതറ ഭാഗത്ത്, പിന്നെ ചുമ്മാ പൊട്ടത്തര വരുന്ന് പറയുന്ന. നിങ്ങൾക്കൊക്കെ ഭാരമുണ്ടില്ലെന്നല്ല, പക്ഷേ നമ്മുടെ ആ വലിയ ഭാരമേറിയ വിഷയം ദൈവത്തിന് നിസാരമാണ്. ഇന്ന് രാത്രി നിന്റെ ഭാരം അവന്റെ മേൽ വെച്ചു കൊടുക്ക. ഇന്ന് രാത്രി നീ മനോവേദനയോടെ വന്ന്, ശരിയാ, സാമ്പത്തിക വിഷയമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, കടഭാര വിഷയങ്ങളായിരിക്കാം, കുടുംബത്തിന്റെ പ്രശ്നമായിരിക്കാം, ഭർത്താവിന്റെ ഭാര്യയുടെ മക്കളുടെ വിഷയമായിരിക്കാം, ജോലി സംബന്ധമായ വിഷയം ഏതുമാകട്ടെ, നീ വളരെ മനോഭാരത്തോടെ വന്നിരിക്കുന്നത് സമ്മതിച്ചു. പക്ഷെ നിന്റെ ആ വലിയ ഭാരമുണ്ടല്ലോ, ഇന്ന് രാത്രി കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്ക്. ഈ രാത്രി വന്നതുപോലല്ല നിന്നെ വിടുന്നത്. ഇന്ന് രാത്രി ഭാരമൊഴിഞ്ഞവളായി, ഭാരമൊഴിഞ്ഞവനായി, നിരാശകൾ മാറിയവളായി, വേദനകൾ മാറിയവളായി, സന്തോഷത്തോടെ ദൈവം നിന്നെ ഭാരങ്ങൾ നേരിടും, നേരത്തു താങ്ങിടും, സാരമില്ലെന്നോതിടും. ഓ ഭാരങ്ങൾ നേരിടും, നേരത്തു താങ്ങിടും, സാരമില്ലെന്നോതിടും. ഓ കൈകളിൽ താങ്ങിടും, ഭാരങ്ങൾ നീക്കിടും, ആശ്വാസമായി നമ്മെ നടത്തിയിടുമേ. കൈകളിൽ താങ്ങിടും, ഭാരങ്ങൾ നീക്കിടും, ആശ്വാസമായി നമ്മെ നടത്തിയിടുമേ. ഒരുങ്ങിട പ്രിയരെ മോദമായി, പ്രിയന്റെ ശബ്ദവും കേൾക്കാറായി. ഒരുങ്ങിട പ്രിയരെ മോദമായി. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. നിന്റെ സകല ഭാരങ്ങളും മാറ്റുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലോട്ട് കൊടുക്കുക. മോശ പറഞ്ഞു നിനക്കത് ചെറിയ വിഷയമായിരിക്കും, എന്നെ സംബന്ധിച്ച് നിസ്സാരമാണ്. ഇറച്ചി ഞാൻ കൊടുക്കാം. ദൈവം പറയും ഞാൻ കൊടുക്കാം. പിന്നെ മോശ ചോദിക്കുക, കാര്യമായിട്ടാണോ പറഞ്ഞതെന്ന്. തമ്പുരാൻ പറഞ്ഞ പോസ്റ്റ് പറയാൻ ഞാൻ മനുഷ്യനല്ല, അനുദപിക്കാൻ മനുഷ്യപുത്രനുമല്ല. ഉടനെ മോശ ചോദിക്കുക, എല്ലാവർക്കും കൊടുക്കുമെന്ന്.
തമ്പുരാൻ പറഞ്ഞ എല്ലാവർക്കും കൊടുക്കും. അല്ല, ഉറങ്ങുന്നവരുണ്ട്. ദൈവം പറഞ്ഞു എന്നാലും ഇവിടെ ഇരുന്നല്ലേ ഉറങ്ങുന്നേ, കൊടുത്തേക്കാം. സ്തോത്രം പറയാത്തവനുണ്ട്, എന്തായാലും അവൻ വന്ന് കുത്തിയിരിക്കുന്നില്ല മഞ്ഞും പിടിച്ച്, അവനും കൊടുത്തേക്കും. കൈയടിക്കാത്തവനുണ്ട്, എന്നാലും അവൻ വന്ന് കസേര ഇരിക്കുന്നില്ലേ, അവനും കൊടുക്കും. കുരുക്കുകാരൻ വന്നിട്ടുണ്ട്, എന്നാലും അവനും കൊടുത്തേ. നമ്മൾ പാടുന്നൊരു പഴയ പാട്ടാ അതിന്റെ അടിസ്ഥാനം. ദുഷ്ടരാഗൻ ജനങ്ങൾക്കും നീതിയുള്ളവർക്കും, ദുഷ്ടരാഗൻ ജനങ്ങൾക്കും നീതിയുള്ളവർക്കും. നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും അവിടുന്ന് മഞ്ഞും മഴയും അയക്കുന്നത് ദൈവമാണ്. സൂര്യൻ ഉദിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ, എല്ലാവർക്കും. ചന്ദ്രൻ വിശുദ്ധന്മാരുടെ ഏരിയയിലാണോ പ്രകാശിക്കുന്നത്? എല്ലാവർക്കും. ദൈവത്തിന്റെ പദ്ധതിയാണ്. തമ്പുരാൻ പറഞ്ഞ് എല്ലാവർക്കും ഇറച്ചു കൊടുക്കും. മോശ ചോദിച്ചു, ഉറപ്പാന്നേ? ഉറപ്പിച്ച് പറയോ, ഇറച്ചു കൊടുക്കും. ഉടനെ മോശ ചോദിക്കുക, കാലാള് തന്നെ 6 ലക്ഷം ഉണ്ടെന്ന് അറിഞ്ഞു. കണക്കൊന്നും അറിയാൻ മേലത് കയറി കൊടുക്കുമെന്ന് പറഞ്ഞ് അവസാനം കിട്ടാതെ വന്ന അവരെന്നെയും കൊല്ലും, നിന്നെയും ശരിയാക്കും. പ്രാർത്ഥന ആയതുകൊണ്ടല്ല ഇങ്ങനെ പമ്മിയിരിക്കുക. കമ്മിറ്റി കൂടുമ്പോൾ ഇവന്റെയൊക്കെ തനിനിറം അറിയാം. സഭായത്തിന് ഗ്ലോറി, കാൽവറി, ജീസസ്, ഓ താങ്ക് യു ലോർഡ്, ചുമ്മാ ഇവനൊക്കെ വേഷം കെട്ടുക. കമ്മിറ്റി കൂടുമ്പോൾ ഇവൻ കൈ അന്നേരം മുണ്ടും മടക്കി കുത്തി, കുഞ്ഞമ്മ നീ ബൈബിൾ പാട്ട് അങ്ങോട്ട് പോയി, ഞാൻ 2 കാര്യം പറഞ്ഞു വെച്ചേ, ഇവന്റെയൊക്കെ തനിനിറം അന്നേരം അറിയാം. ചുമ്മാ അത് കണ്ട് ഇളകരുത്, ഇവനൊക്കെ വലിയ പൊന്നു മോന്മാരാന്ന് പറഞ്ഞു. കണക്കറിയാൻ മേലാതെ കൊടുക്കുമെന്ന് കയറി പറഞ്ഞു വെച്ച അവസാനം തികയാതെ വന്ന കാലാള് തന്നെ 6 ലക്ഷം. തമ്പുരാൻ പറഞ്ഞ പൊട്ടാ, 6 ലക്ഷമല്ല, 60 ലക്ഷമല്ല, 600 ലക്ഷം ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഞാൻ കഴിവുള്ള ദൈവമാണ്. എന്റെ കൈ കുറുകിപ്പോയോ? യെശയ്യാ പറഞ്ഞിരിക്കുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകി. ദൈവം പറഞ്ഞ ഇറച്ചി ഞാൻ കൊടുക്കും. മോശം വയ്ക്കാം, എങ്ങനെയാ കൊടുക്കുന്നത്? തമ്പുരാൻ പറഞ്ഞ അതിന് എനിക്ക് വഴിയുണ്ട്. അല്ല, എന്നാലും നമ്മൾ തമ്മിലുള്ള ഇരിപ്പുവശം അനുസരിച്ച് എന്നോട് കൊണ്ടൊന്ന് പറയുന്നതാ. തമ്പുരാൻ പറഞ്ഞ നല്ലതാ, പക്ഷെ എല്ലാ കാര്യവും എല്ലാവരോടും പറയാം. ഓ, നിന്നോട് ഇപ്പം നീ പറഞ്ഞ, ഞാനിപ്പം പറഞ്ഞെന്ന് വെച്ചോ, സൂക്ഷ നീ എന്ന് സിപ്പോറായോട് പറയും. ആരാ സിപ്പോറ? ആരാ? അവള് സൂക്ഷ അവിടെ അപ്പനോട് പറയും, അപ്പന്റെ മക്കളോട് പറയും. അങ്ങനെ പറഞ്ഞു വാളയം മുഴുവൻ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ ഒക്കത്തില്ല. പറയരുത്. കുടുംബകലകം ഉണ്ടാക്കുകയില്ല. എന്നാലും ഞാൻ പുസ്തകത്തിലെ വാക്യം പറയാം. പുസ്തകത്തിലെ വാക്യം ഇങ്ങനെയാ, എല്ലാ കാര്യവും നിന്റെ മാർവിടത്തിൽ ശയിക്കുന്ന ഭാര്യയോട് പോലുമല്ല, ഒന്നും പറയരുതെന്നല്ല, എല്ലാം പറയരുത്. എല്ലാം പറഞ്ഞതിന്റെ കെടുതി ഇതുവരെ തീർന്നില്ലല്ലോ. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. എന്റെ ഭാഷ ഞാൻ അവളോട് അങ്ങ് പറഞ്ഞു പോയി. എന്റെ ദൈവമേ, അന്നത്തെ ദിവസം ഞാൻ ഒരുപോലെ കണ്ണ്, നിങ്ങൾ സത്യം പറ മിണ്ടുകയല്ല, ഞാൻ അങ്ങ് പറഞ്ഞു പോയി. അയ്യോ, അതാ എന്റെ അമ്മയ്ക്ക് ഒരു സാരി മേടിച്ചു കൊടുത്ത്, മൂത്ത പെങ്ങൾക്ക് ഒരു ചുരിദാർ. ഞാനത് അവളോട് അങ്ങ് പറഞ്ഞു. അയ്യോ, എന്നെ അവള് അമ്മാമ്മ അന്ന് മറുഭാഷ പറഞ്ഞു. പിന്നെ അവള് സമയം വന്നു മറുഭാഷയുടെ ആറാട്ടാണ്. നിങ്ങൾ എല്ലാ കാര്യവും ഒന്നും തുറന്നു പറയരുത്. ചായ ഞാൻ പഠിച്ച കാലത്തെ കാര്യങ്ങൾ ഒന്നും മിണ്ടിപ്പോരുത്. അക്ഷരം മിണ്ടരുത്. വല്ല വാക്യം വല്ലതും പറഞ്ഞു കൊടുത്തേക്കണം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. യഹോവ നിന്റെ അതൊക്കെ പറഞ്ഞു കൊടുക്കാവുള്ളൂ. അല്ല പഴയ ചരിത്രം എല്ലാം കൂടെ പറഞ്ഞാ. പക്ഷെ എല്ലാ കാര്യവും ദൈവത്തോട് പറയാം. ഭർത്താവില്ലാത്തപ്പോൾ, ഭാര്യയില്ലാത്തപ്പോൾ, ആരുമില്ലാത്തപ്പോൾ നീ അകത്തോട്ട് കയറി മുഴങ്കാലം അടക്കി നിന്റെ ജീവിതത്തിലെ മുഴുവൻ വിഷയങ്ങളും മുഴുവൻ കാര്യങ്ങളും അറിയിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനോട് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അവനോട് പറയാതിരുന്നാലാ പ്രശ്നം. പാടാൻ വയ്യ, എന്നാലും നിങ്ങൾ അങ്ങ് പാടിക്കോ. എല്ലാം യേശുവോടു ചെന്ന്
ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം എല്ലാ യേശുവിനോട് പറയാം. പക്ഷെ ബാക്കി എല്ലാ കാര്യവും പറയാം ഒക്കത്തില്ല. നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരല്ലേ? ഉദാഹരണം, നിങ്ങളുടെ അമ്മയോ പെങ്ങളോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു മാസം നിന്ന്, അങ്ങനെ നിർത്തുകയല്ല, അഥവാ അവരുടെ അമ്മയും അനിയത്തിയൊക്കെ വന്ന് എത്ര നാളെ നിന്നാലും ഒരു വിഷയം നിങ്ങളെ വീട്ടിൽ ഇരുത്തിക്കല, പാല് മേടിച്ചോണ്ട് ഓടുക. പിന്നെ പാല് പാട്ട് അമ്മച്ചിക്ക് പഴം കൊടുത്തു മേടിച്ചു. ഈ പഴം ഓതറില്ലെങ്കിൽ നിങ്ങൾ കോഴഞ്ചേരി പോയി മേടിച്ചു, പെട്ടെന്ന് കൊണ്ടുവരണം. പിന്നെ പഴം മേടിച്ചുകൊണ്ട് കൊടുത്തു. കാരണം അവരുടെ അമ്മയും പെങ്ങളും അനിയത്തിയൊക്കെ വന്നത് കൊണ്ട്. നമ്മുടെ അമ്മ വന്ന് പറയാം, ജോയിക്കുട്ടി ഒരു പഴം, പിന്നെ പഴം ഇപ്പൊ തിന്നേണ്ട ചുമയുണ്ടാകും. തണുപ്പത്ത് പഴമെല്ലാം കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കൊള്ളാം, നിങ്ങൾ അനുഭവിച്ച് ഊപ്പാട് വന്നു വെച്ചിരിക്കുക. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്നെ പോട്ടം കളിപ്പിക്കരുത്. അല്ല, മനുഷ്യന്റെ പ്രകൃതി അതാന്നായി പറഞ്ഞത്. എല്ലാരും അങ്ങനെ ആണെന്നുമല്ല പറഞ്ഞത്. അമ്മാവിയമ്മയും ഭർത്താവിന്റെ വീട്ടുകാരെ നന്നായി ശുശ്രൂഷിക്കുന്ന കരുതുന്ന മാന്യ സഹോദരിമാര് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നുകൊണ്ട്. പക്ഷെ ചുരുക്കമാണ് അത്ര. ഞാൻ പറയാം, ദൈവത്തിന്റെ മകത്ത് നിങ്ങളിപ്പോ ചിലർ ചിന്തിക്കുക എത്രയും പെട്ടെന്ന് 9:30 ആകുമായിരുന്നേ. ആകട്ടെ, അതാ എന്റെ ആഗ്രഹം. ദൈവത്തിന്റെ മകത്ത് തമ്പുരാൻ പറഞ്ഞ് ഇറച്ചി ഞാൻ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. എങ്ങനെയാ കൊടുക്കുന്നത്? അതൊക്കെ ഞാൻ കൊടുത്തോളാം, എനിക്ക് ഇഷ്ടം പോലെ വഴിയില്ലേ. അല്ല, നമ്മൾ തമ്മിലുള്ള ഇരിപ്പൊക്കെ നല്ലതാ. പക്ഷെ എല്ലാ കാര്യവും പറയരുത്. കീശിന്റെ കഴുത കാണാതെ പോയി, ശൗല് കഴുതയെ തേടി പോയി. കഴുതയെല്ലാം കണ്ട കാര്യം ചൗമേലച്ചാൻ ഇടയ്ക്ക് ചെന്ന് പ്രാർത്ഥിച്ചു, ദൂതുമൊക്കെ പറഞ്ഞ് തൈലക്കൊമ്പില് തൈലപാത്രത്തിൽ തൈലം ഒഴിച്ച് തിരിച്ചു വന്നപ്പം ഈ ശൗലിന്റെ ചിറ്റപ്പൻ ഉപ്പാപ്പൻ നല്ല പൊന്നു മോനാ. പുള്ളി ഒന്നും അറിയാത്ത ഭാവത്തിൽ എല്ലാം അറിഞ്ഞാ. ഇന്നലെ എവിടെ ആയിരുന്നു? ശൗല് പറഞ്ഞു, ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, സന്ധ്യ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ശൗല് പറഞ്ഞു, ഇന്നലെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയായിരുന്നു. എവിടെയായിരുന്നു? ഇന്നലെ ഇവിടെ ഇച്ചിരി അങ്ങോട്ട് മാറി പുല്ലാട്ടായിരുന്നു, നെല്ലാട്ടായിരുന്നു. പിന്നെ പാട്ടക്കാല തങ്കച്ചൻ എവിടെയായിരുന്നു? അങ്ങനെ ആളുണ്ടോ? പോയ ചാരിക്കിരിക്കുന്നത്. പിന്നെ എണ്ണ കുടിച്ച എത്ര ആളുണ്ട്? എണ്ണ എല്ലാം പ്രാർത്ഥിച്ചു. പിന്നെ എവിടെ കഴി കൊടുത്ത ഓക്കാനോ? എവിടെ പച്ചവെള്ളം വെച്ച് എണ്ണ കുടിച്ചാൽ ഓക്കാനം വരികയല്ലേ? ചന്തയിലെ കുഞ്ഞമ്മ മോനുമായിട്ട് പോയി, കുഞ്ഞമ്മയ്ക്കും കൊടുത്ത എണ്ണ മോനും കൊടുത്തു. രണ്ടുപേരും ഏണിന് കൈ കൊടുത്തു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം. തമാശ പറഞ്ഞതല്ല, പരമാർത്ഥമായ കാര്യം പറഞ്ഞതാ. അത് പിന്നെ പോട്ടെ. അപ്പൊ ഈ ഉപ്പാപ്പ ചോദിച്ച് എവിടെ ആയിരുന്നു? ഇന്നലെ ഒരു പ്രാർത്ഥന ശൗമേലച്ചാന്റെ അവിടെ ആയിരുന്നു. അപ്പൊ മനസ്സിലായി. അപ്പം ഉപ്പാപ്പ വയ്ക്കാൻ, ശമൂവേല് നിന്നോട് പറഞ്ഞതെല്ലാം എന്നെ അറിയാം. അങ്ങനെ ശൗമേല് നിന്നോട് പറഞ്ഞതല്ല. ഉപ്പാപ്പൻ വലിയ വിളഞ്ഞ മോന. ഉപ്പാപ്പന്റെ കുടുംബത്തിൽപ്പെട്ടതല്ലേ ശൗല്. അപ്പൊ ശൗല് അതിലും വിളഞ്ഞ മോന. ഉടനെ ശൗല് പറഞ്ഞു, ഉപ്പാപ്പ കഴുതകളെ പറ്റി വളരെ തിട്ടമായിട്ട് ശൗമേല് പറഞ്ഞു.
എന്നിട്ട് അടുത്തൊരു പദമുണ്ട്, എന്നാൽ രാജത്വം സംബന്ധിച്ച് ശമൂവേൽ പറഞ്ഞത് ശൗൽ ചിറ്റപ്പനെ അറിയിച്ചില്ല. ഒന്ന് വായിച്ചു. ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാനിപ്പോ എന്റെ എഴുതി വെച്ചതാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പുള്ളി മനപ്പൂർവ്വം എഴുതി വെച്ചത് കൊണ്ടുവന്നതാ. അല്ലല്ല, ശൗലിന്റെ ഇളയപ്പൻ അവനോടും അവന്റെ ഭൃത്യനോടും നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. കഴുതകളെ തിരയുവാൻ പോയിരുന്നു. അവയെ കാണായികൾ ഞങ്ങൾ ശമൂവേലിന്റെ അടുക്കൽ എന്നവൻ പറഞ്ഞു. ശമൂവേൽ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞതല്ല, എന്നെ അറിയിക്കണമെന്ന്. അങ്ങനെ വലിയ ആഗ്രഹമാണ് വല്ലവരുടെ കാര്യമൊക്കെ അറിയാൻ. അത് നല്ല ആഗ്രഹമല്ലല്ലോ. ആണോ? നമ്മുടെ വിശ്വാസികളുടെ ഇടയിലുണ്ട് ഇവരുടെ കാര്യം പുറത്ത് പറയല്ല, വലിയവരുടെ കാര്യം ഇവർക്ക്. അതിനിവരുടെ ചില കുരുക്ക് പിടിച്ച ആൾക്കാരുണ്ട്. ഭർത്താവിനെ വിളിച്ച് ചില കാര്യം ചോദിക്കും, ജോയിക്കുട്ടി എന്തോ ഉണ്ട്, അത് കഴിഞ്ഞ ഉടനെ ഭാര്യയെ വിളിക്കും, മറിയാമ്മ എങ്ങനെയുണ്ട്. കാരണം ഇവിടെ കിട്ടാത്തത് എന്തെങ്കിലും അപ്പറയുന്ന മൂത്ത മോനെ വിളിക്കും, സാമേ എന്തോ ഉണ്ടടാ വിശേഷം, ഒത്തിരി നാളായി നിന്റെ ശബ്ദം ഒന്ന് ചുമ്മാതായി, തള്ളക്കെല്ലാം നുണയറിയാന് ഊടുപാട് വിളിച്ച് ഇവരുടെ കാര്യം ഒന്നും. അപ്പുറത്തെ വീട്ടിലെ പെൺകൊച്ച് ഒരു പയ്യനുമായിട്ട് സ്നേഹിച്ചവര് അങ്ങ് ഒന്നിച്ചങ്ങ് പോയി. ഈ അമ്മാമ്മയുടെ വീട്ടിൽ 2 എണ്ണം പോയിച്ച് നിൽക്കുക. മൂത്തവൾ ഓട്ടോയിലും പോയി, മറ്റവള് വലിവണ്ടിക്കകത്ത് കയറി. മറ്റവള് പിന്നെ KSRTC ബസ്സിനല്ലേ പോയെ. അതാ കർത്താവ് പറഞ്ഞ നമ്മുടെ കണ്ണിൽ എന്നാ ഇരിക്കുക, കോല എടുക്കാൻ നടക്കുന്നതോ. ചിലക്ക് വല്ലൂരുടെ കാര്യം അറിയുന്ന വലിയ തൃപ്തിയാ. അതിന് എനിക്കൊരു അച്ചായനെ, പുള്ളിക്ക് ഒരു വിഷയം കിട്ടിയാൽ പുള്ളി ഊടുപാട് ഫോൺ ചെയ്യും. എനിക്ക് വന്ന് ഇനി രാജീവ് ഗാന്ധിയെ മാത്രമേ പുള്ളി മരിച്ചു പോയതുകൊണ്ട് ഫോൺ ചെയ്യും. അത് അറിയണം പുള്ളിക്ക്, ഇല്ല പുള്ളിക്ക് സ്വസ്ഥത കിട്ടുകയല്ല. ചിലർക്ക് അങ്ങനെയുള്ള ദീനമുണ്ട്, ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം. ഉപ്പാപ്പൻ അത്ര ഒരു ടൈപ്പാ. ശമൂവേൽ നിന്നോട് പറഞ്ഞതെല്ലാം എന്നെ അറിയിക്കണം. ഉപ്പാപ്പൻ നല്ല വിളഞ്ഞ മോനാ, ഉപ്പാപ്പന്റെ ചേട്ടന്റെ മോനല്ലയോ ശൗല്, അവൻ അതിലും മിടുക്കൻ. അടുത്തത് എന്ന് ശൗൽ ഇളയപ്പൻ പറഞ്ഞു. ശൗൽ തന്റെ ഇളയപ്പനോട് കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്നവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു. കൃത്യം ദൂത, ഇതുപോലൊരു ദൂത് ഞാൻ കേട്ടിട്ടുമില്ല, ശുശ്രൂഷ കൂടിയിട്ടുമല്ല, തിട്ടമായിട്ട് പറഞ്ഞു. അടുത്തത് എങ്കിലും ശമൂവേൽ രാജത്വം സംബന്ധിച്ച് പറഞ്ഞത് അവനോട് അറിയിച്ചില്ല. ശൗൽ ഉപ്പാപ്പനെ അറിയിച്ചില്ല. ഇതിന്റെ ആത്മീക വശം പറയാ, എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ ഒക്കത്തില്ല. കുപ്പാപ്പനാന്ന് പറഞ്ഞാൽ നിനക്ക് ടോർപ്പുട വെച്ച് കളയും. കുമ്മാച്ചനാന്ന് പറഞ്ഞാൽ നിനക്ക് പാര പണിക്കും. ചേഴത്തിയുടെ മോക്ക് നല്ലൊരു ആലോചന വരട്ടെ, സൂക്ഷം ചില അനിയത്തിമാര് പാര വെക്കും. ഞാൻ കുടുംബകലം ഉണ്ടാക്കാൻ വന്നതല്ല. നിങ്ങൾ എന്നെ പിന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. സ്വന്തം ചേട്ടന് വലിയ വെക്കുക, കാര്യമൊക്കെ ശരിയാ, ഒരു നല്ല മെച്ചമായിട്ട് വരട്ടെ, അന്നേരം ടോർപ്പിടോ വെക്കും. മനുഷ്യന്റെ പ്രകൃതി അതാണ്. അതുകൊണ്ട് എല്ലാ കാര്യവും എല്ലാവരോടും പറയണ്ട, എല്ലാ കാര്യവും ദൈവത്തോട് പറയാം. ഈയിടെ ഞങ്ങളുടെ സഭയെ വന്നൊരു പാസ്റ്റർ പ്രസംഗിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം, അത് വളരെ നല്ലതാണ്. അദ്ദേഹം പറഞ്ഞു, സത്യമേ പറയാവൂ, പക്ഷേ സത്യം മൊത്തം പറയരുത്. മനസ്സിലായോ? സത്യമേ പറയാവൂ, സത്യമല്ല. പക്ഷെ എല്ലാം നിനക്ക് ദൈവത്തോട് പറയാം. നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവരെ തള്ളിയിട്ടു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദുർമോഹമാണ്. ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുക. ദൈവം അനുവദിക്കുക. നിങ്ങളാരും കൈയും കാണിച്ചില്ല, സമയമായെന്ന് പറഞ്ഞില്ല. നിങ്ങളിപ്പോ ചിന്തിച്ചത് സമയമായെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പാസ്റ്റർ എന്നാ പറഞ്ഞാലും കയറി തന്നെയല്ല, പാസ്റ്റർക്ക് വലിയ ബോധമുള്ളവനല്ല, മൈക്കിൽ കൂടെ വല്ലതും വിളിച്ച് പറഞ്ഞാൽ ലോകക്കാരും കൂടെ കേൾക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ സമയമൊക്കെ കഴിഞ്ഞെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ പിന്നെ മനഃപൂർവ്വം കൈ പൊക്കിയാൽ പാസ്റ്റർ വിവരമില്ലാത്തവനായതുകൊണ്ട് എന്ത് വേണേലും വിളിച്ച്, അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുക. അതെനിക്കും മനസ്സിലായി. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് നിർത്തിയിട്ട് നമുക്ക് ദൈവം അനുവദിക്കാന്നെ പിന്നെ എന്നേലും ബാക്കി നമുക്ക് ചിന്തിക്കാം. എല്ലാവരും ഒന്ന് സമർപ്പിച്ച്. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം.
നമ്മുടെ വഴികളുമല്ല ദൈവത്തിന്റെ വഴി. എല്ലാവരും അല്പ മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എല്ലാവരും പ്രാർത്ഥിക്കാം. ജീസസ്. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. സാരമില്ല നോവിടും, തന്മാർവിൽ എന്നെ ചേർത്തിടോ. കൈയടിച്ച് നോവിടും, തന്മാർവിൽ എന്നെ ചേർത്തിടും. ഓ എന്നും നല്ലവൻ, ആമേൻ. യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നോ. കൈയടിച്ച് ചേർന്ന് യേശു ഇന്നലെയും ഇന്നുമെന്നോ അന്യനല്ലവൻ. ഉലകവേയിൽ കൊണ്ടുതാൻ വാടി വീഴാതോടുവാൻ. ഉലകവേയിൽ കൊണ്ടാടി വീഴാതോടുവാ. തണലെനിക്കു നൽകിടുവാൻ പല ഭാഗത്തായുണ്ടുതാൻ. തണലെനിക്കു നൽകിടുവാൻ പല ഭാഗത്തായുണ്ടുതാൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നോ അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നുമെന്നോ